ഹേ ഗൈസ്, ഇന്ന് നമ്മൾ 10th വരെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് കോഴിക്കോട് വരെ കറങ്ങാൻ പോവാണ്. രാവിലെ വിചാരിച്ച സമയത്തിനെക്കാട്ടിലും നല്ല നേരം വൈകിട്ടാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പ്ലാനിങ് ഒരിക്കലും അതുപോലെ നടക്കൂലല്ലോ. അങ്ങനെ കിട്ടിയ ബസ്സിൽ വേഗം ഓടിച്ചാടി കയറി കോഴിക്കോട് എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്തിട്ട് ഛർദ്ദിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയ പാടനെ ഓളൊന്ന് ഉഷാറാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചായ എല്ലാം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉഷാറാക്കാൻ വാങ്ങി കൊടുത്ത കടിയെല്ലാം ഓള് പകുതി അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു SM സ്ട്രീറ്റിലേക്ക്. എന്തിനാ വന്നേന്ന് ചോദിച്ചാൽ വെറുതെ കോഴിക്കോട് വരുമ്പോ SM സ്ട്രീറ്റ് വരാണ്ട് പോകുന്നത് മോശമല്ലേ. അങ്ങനെ SM സ്ട്രീറ്റിൽ എത്ര വട്ടം വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഇവിടെ ഓരോരുത്തർ ആദ്യമായിട്ടൊക്കെയാണ് വരുന്നത്. സനയും ജമീഫി ആദ്യമായിട്ടാണ് SM സ്ട്രീറ്റിലേക്ക് വരുന്നത്. ഫസ്റ്റ് വരവനെ നമ്മളെ കൂടായത് എന്തായാലും നന്നായി. അങ്ങനെ ഓരോ കുറെ കളിയാക്കിയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ ഓരോ ഷോപ്പിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. റഷക്ക് എന്തോ ഡ്രസ്സ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡ്രസ് ഷോപ്പിലേക്ക് കയറിയത്. ഓള് കണ്ട കുറെ കുപ്പായങ്ങൾ എടുക്കും, ഫോട്ടോ അയച്ചു കൊടുക്കും വീട്ടിലേക്ക്. ഓല് പറ്റൂല എന്ന് പറയും, അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അങ്ങനെ കണ്ട ഡ്രസ്സുകൾ ഓരോന്ന് കാട്ടിയിട്ട് കോപ്രായം കാണിക്കണാണ് ഈ കാണുന്നത്. എല്ലാരും ഒരേപോലെ ആയതിനെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. സന കൊണ്ടുപോയി ഇട്ട് കൊടുത്ത ഡ്രസ്സാണെങ്കിലോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് റഷ അതൊക്കെ ട്രയൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കാട്ടിക്കൂട്ടലും കഴിഞ്ഞ ശേഷം റഷക്ക് ഏതൊക്കെ ഡ്രസ്സ് കിട്ടിയപ്പോൾ ഓളത് ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ട്. ആ സമയം വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് ആലോചിച്ച് നമ്മളും ട്രയൽ റൂമിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരുപോലെയുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊന്ന് ഫോട്ടോ എടുത്തുകൂടാന്ന് ആലോചിച്ചത്. അങ്ങനെ അവിടെ കണ്ട ഈ ഷർട്ട് എല്ലാരും കൂടി വാരി വലിച്ചിട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അതുപോലെ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നത്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടോ പുറത്ത്. വെയിൽ കണ്ണു കുത്തിയിട്ട് തലയിൽ കൂടെ തട്ടിട്ട് നടക്കുന്ന കാഴ്ചയുണ്ടോ കാണുന്നത്. അങ്ങനെ SM സ്ട്രീറ്റിലത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നേരെ ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കോഴിക്കോടെല്ലാം ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് 27 കഴിഞ്ഞിട്ടോ. അവിടെ ചെന്നപാട് ഞാൻ ആദ്യം മെനു ബുക്ക് എല്ലാം അരിച്ചു പൊറുക്കി നോക്കിയതിനു ശേഷം റഷക്ക് കൊടുത്തു. റഷന്റെ ഓയും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറന്റ് ഫേമസ് ആവാൻ കാരണമായ ഫുഡ് തന്നെയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. മെനു ബുക്ക് നോക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ അങ്ങോട്ട് നോക്കുക തന്നെ. ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് വാങ്ങിയിട്ടുള്ള റഷന്റെ ബോട്ടിലെല്ലാം കുത്തി തുറക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്, അതെനിക്ക് പറ്റൂല, എനിക്ക് ഓള് തന്നെ വേണം. അങ്ങനെ അതിന്റെ പരിപ്പെല്ലാം ഇളക്കിയിരുന്നപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഇഫ ചിക്കനും മന്തി റൈസും ആയിരുന്നു കേട്ടോ. കുറെ ആയി ഇഫ ചിക്കൻ കഴിക്കാനൊരാഗ്രഹം, അതെന്തായാലും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല ഓൾക്ക് എല്ലാവർക്കും അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ കാണും കേട്ടോ. ബീച്ചിലെത്തി നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ വെയില്, എന്തിന്റെ കേടാണെന്ന് തോന്നിപ്പോയി. പിന്നെ വിചാരിച്ച് കോഴിക്കോട് വരുമ്പോ ബീച്ചിൽ വരാണ്ട് എങ്ങനെയാ പോവുക, അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ വെയിലത്ത് നിന്ന് ക്ഷീണം മാറ്റാനും വേണ്ടിയിട്ട് നമ്മളെല്ലാരും കൂടിയായിട്ട് ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും സനയും മാത്രം ഐസ്ക്രീമും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.